ഭൂമിക്ക് തണലേകാൻ തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 1000 വൃക്ഷത്തൈ നടുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ മന്ത്രിയും തണൽ കൂട്ടായ്മയുടെ രക്ഷാധികാരിയുമായ ശങ്കരനാരായണപിള്ള വൃക്ഷത്തൈ നട്ടുനനച്ച് ഉദ്ഘാടനം ചെയ്തു. ഭാവന ലൈബ്രറി പ്രസിഡന്റ് പൂയനാട് ഗോപൻ നൽകിയ 555 പേരമരങ്ങൾ ഉൾപ്പെടെ 1000-ലധികം വൃക്ഷത്തൈകളുടെ സൗജന്യ വിതരണം നെടുമങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ സുനിൽ ഗോപിയും നിർവഹിച്ചു. തണൽ കൂട്ടായ്മ പ്രസിഡന്റ് സുൽഫി ഷഹിദ്, സെക്രട്ടറി വിനീത്, ഭാരവാഹികളായ അജിത, ജയ കല്ലിങ്ങൽ, മഹേന്ദ്രൻ, നവാസ്, സമീഷ്, അയ്യപ്പൻ, ശൈലജ, പേഴുമൂട് ദിലിംസ്, സമീർ സിദ്ദിഖി, ജിത്തു, സുനിത മഹേന്ദ്രൻ, രമ്യ സതീഷ്, ജോഷി, സാന്ത്വന, സതികുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയായ ഹാർട്ട് ഫോർ എർത്തും നാഷണൽ സർവീസ് സ്കീം ഈസ്റ്റ് മാറാടി യൂണിറ്റും സംയുക്തമായി 10,000 വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്ന ഗ്രീനത്തോൺ 2020 പദ്ധതിയുടെ ഭാഗമായാണ് 1000-ലധികം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 10,000-ലധികം വൃക്ഷത്തൈകൾ നടുക എന്ന ലക്ഷ്യത്തോടെ ഗെനി പ്ലാന്റ് എനിവെയർ എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച ഗ്രീനത്തോൺ 9 വയസ്സുകാരനും ഹാർട്ട് ഫോർ എർത്ത് ഫൗണ്ടറുമായ അലൈൻ എറിക് ലാലിന്റെ ആശയമാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ പരിസ്ഥിതി ക്ലബ്ബുകൾ, നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC തുടങ്ങിയ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയിലൂടെ അംഗങ്ങൾ ഇതിനായി പങ്കെടുക്കുന്നു. വാട്സപ്പ് കൂട്ടായ്മകൾ ഇത്തരം പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്നതാണെന്ന് ഹാർട്ട് ഫോർ എർത്ത് ഡയറക്ടർ ഡോക്ടർ മോഹൻലാലും ചെയർപേഴ്സൺ ഡോക്ടർ ദേവി രാജും പറഞ്ഞു.